ചായയോട് അതിതീവ്രമായ അഡിക്ഷൻ ഉള്ള ഒരാൾക്കേ ഞാനിപ്പം പറയുന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ എനർജി ലെവൽ 0.5%. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുഖം ഇതുപോലെ കുത്തി വീർത്തിരിക്കുന്നത്. പതിവ് സമയത്ത് ചായ കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോയി പിന്നൊന്നും പറയാനില്ല. എന്നും കിട്ടുന്ന പോലെ ഇന്ന് പാല് കിട്ടിയില്ല. പാല് കിട്ടി ചായ കുടിച്ചൊക്കെ തൊട്ടിറങ്ങാന്ന് വിചാരിച്ചാൽ രാത്രിയാവും. അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. കരിയിലെല്ലാം വാരിപ്പറക്കി കളഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്നപ്പോ ഉണ്ട്, നീ തൂത്തുവാരി കഴിഞ്ഞോ, എന്നാ ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞൊരു കാറ്റ്. കാര്യം 10-20 റബ്ബറേ ഉള്ളെങ്കിലും 1 ഏക്കർ റബ്ബറിന്റെ അത്രയും കരയില വീട്ടുമുറ്റത്ത് കാണും. അപ്പം നമ്മൾ എന്നാ പറഞ്ഞു വന്നത്? ചായയുടെ കാര്യം പറയാനാണേല് പണ്ട് കൊച്ചിലെയൊക്കെ ഞാൻ നോമ്പ് പിടിക്കുമ്പം മറ്റെന്തൊക്കെ ഫുഡ് കണ്ടാലും ഞാൻ അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുവേ. പക്ഷെ ആദ്യത്തെ എൻ്റെ നോമ്പിലൊക്കെ എന്നെ നോമ്പ് മുറിക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദനപ്പെടുത്തിയ സാധനം ചായയാണ്. ആരെങ്കിലും ചായ കുടിക്കുന്ന കണ്ട എൻ്റെ കൺട്രോൾ പോകും. എന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ നോമ്പ് പിടിക്കും. അതി വല്ല കാര്യമുണ്ടോ? കാര്യം ഇത്രയും ദിവസം മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞാലും 2 ദിവസം കൊണ്ട് ഭയങ്കര വെയിലാണല്ലോ. മണ്ണെല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് വെള്ളം ഒഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ദാഹിക്കുകയല്ലേ. അപ്പുറത്ത് കിടക്കുന്ന ആ ഓസ് എടുത്ത് അങ്ങോട്ട് കണക്ട് ചെയ്താൽ ഈ പരിപാടി വേഗം തീരും. പക്ഷേ ഒന്നാമത്തെ കാര്യം അതെടുത്തോണ്ട് ഒന്ന് കണക്ട് ചെയ്യാനുള്ള മടി. രണ്ടാമത്തെ കാര്യം, ഇനി കണക്ട് ചെയ്താലും ഇത് വിട്ടുവിട്ട് പോയാൽ ആ ഒഴിക്കുന്നതിന്റെ സുഖം അങ്ങോട്ട് കിട്ടത്തില്ല. ഇത്രയും വെയിലെത്താൻ നിൽക്കുന്നെങ്കിലും നല്ല കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് വെളിയിൽ കൂടെ ഇറങ്ങി നടക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നടന്നു നോക്കിയപ്പോഴാണ് എൻ്റെ ഈ ചെടി ഇതൊരു പൂന്ന് തന്നായിരുന്നു. വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു ചെടി അല്ലായിരുന്നു കൊണ്ട് ഞാനത് പറമ്പിലാണ് കുഴിച്ചു വെച്ചതേ. പക്ഷേ ചെടിൻ്റെ പൂവുണ്ടായപ്പം അതിനെ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു.